ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പേപ്പർ കൊണ്ട് താമര ഉണ്ടാക്കിയാലോ. വെറും 3 പേപ്പർ കൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടൊരു താമര തന്നെ ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്കൊരു ഡെസ്ക് ഡെക്കറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാളിലായിട്ട് വാൾ ഡെക്കറായിട്ട് ഉപയോഗിക്കാം. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കാൻ പറ്റുന്നത്, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് എന്തായാലും എടുത്തു വയ്ക്കും, ആ കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് റേഡിയസ് 10, 9, 8, 6, 4, 3 ഈ സെൻറ്റിമീറ്ററിലുള്ള റേഡിയസിലുള്ള സർക്കിൾ വെട്ടിയെടുക്കുക. ഇത് വെറും 3 പേപ്പർ കൊണ്ട് നമുക്ക് 3 പേപ്പറിൽ ഇത്രയും റേഡിയസിലുള്ള സർക്കിൾസ് വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ അതേ ഇനി നമ്മൾ ഈ വെട്ടിയെടുത്തിട്ട് തുറന്ന് കഴിയുമ്പോൾ ആ മടക്കി വീണ ഭാഗങ്ങളിലില്ലേ, അതിൻ്റെ സെൻറ്ററിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയിട്ട് നമ്മൾ കത്രയും കൊണ്ടൊന്ന് വെട്ടിക്കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡും വെട്ടിക്കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത് ആക്ച്വലി ഞാനിത് ഷോർട്സിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു, ഫുൾ വീഡിയോ ഇടാമോ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടായിട്ട് വീഡിയോ ഇടുന്നത്. എനിക്ക് ഷോർട്സ് കണ്ടവരാരും കണ്ടെങ്കിലും കണ്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കൂടിക്കോ. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി 1K ഫാമിലി ആവാറായി. അപ്പോൾ എന്തായാലും ഈ വർഷത്തിനുള്ളിൽ എനിക്ക് 1K ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു കമൻ്റൊക്കെ ഇടുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് എല്ലാവരോടും ഭയങ്കരമായിട്ട് ഞാൻ നന്ദി പറയാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയതില്ലേ, നമ്മൾ ഓരോ കോർണറും തമ്മിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ പേപ്പറും നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ കോർണർ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ആ എല്ലാ സൈസിലുള്ള പേപ്പർ എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കമഴ്ത്തി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആയിട്ട് ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആ റേഡിയസ് 10 സെൻറ്റിമീറ്റർ എടുക്കുക. അതിൻ്റെ നടുക്ക് പശ തേച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോന്ന് ഒട്ടിക്കുമ്പോൾ ഇത് ശരിക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്കിതിൽ എത്ര ഇതാക്കണമെന്ന് അറിയില്ല. ഞാനിത് ഷോർട്സ് ആയിട്ട് എടുത്തോണ്ടാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണേ. അല്ലാണ്ട് മറ്റേ ഒറിജിനൽ വീഡിയോ അല്ലാത്തതുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതിടാൻ പറ്റുന്നില്ല. ഫുൾ സ്ക്രീൻ ആക്കുമ്പോഴും ഇത്രയും തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിനോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെറുതും വലുതും അങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നേരിട്ടാണ് ഇതിലും ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു നോക്കുക. കറക്റ്റ് ഈ പിങ്ക് കളറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ വീഡിയോ ഞാൻ ആക്ച്വലി ഒത്തിരി ആഗ്രഹമുണ്ട് ഇതിനുള്ളിൽ 1K ആവണമെന്ന്. നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഇനി ക്രിസ്മസ് അല്ലേ വരാം. ക്രിസ്മസിൻ്റെ അടിപൊളി വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടിക്കോ. ഇനി നമുക്കൊരു മഞ്ഞ പേപ്പർ എടുക്കുക. ഇതൊരു 3.5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തേക്കുന്നത്. അത് നമ്മളിങ്ങനെ കുനുകുന വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ കുറേ പൂക്കളുണ്ടാകും. നമ്മൾ പൂക്കളുടെ നടുക്ക് പൂമ്പൊടിയായിട്ടൊക്കെ വെക്കാൻ നടത്തെടുക്കില്ലേ, ആ സംഭവമായിട്ട് ഇത് താമരേൻ്റെ നടുക്ക് ഇത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വെട്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തുപോലത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലത്തെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഇട്ടാണല്ലോ ഞാനിങ്ങനെ എന്തെങ്കിലും കുറവുകളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ. എനിക്ക് എന്നിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുള്ളൂ. എനിക്ക് എല്ലാവരും നിങ്ങൾ പറയുക, എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ പറയുക, ഒക്കെ നിങ്ങൾ എന്നോട് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് താഴെ ഒരു ഇല വേണമല്ലോ. ആ ഇലയുടെ സംഭവത്തിന് ഇതുപോലെ നമ്മൾ ഞാൻ വൈറ്റ് പേപ്പറിൽ കോർണറിൽ ആ ഭാഗത്ത് മാത്രം പച്ച അടിച്ചിട്ട് അത് കൊടുത്തേ. ഇനി നമ്മളെ പിങ്ക് താമര എടുത്ത് ഇറക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ താമര എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി. ഞാനിതിപ്പോൾ ഡെസ്കിലാട്ടോ വെക്കുന്നത്. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയാം ഞാൻ ഡെസ്കിലാണ് ഇത് ഫുൾ ടൈം വെക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്.